അടുത്തിടെ ലോകമെമ്പാടും വലിയ ചർച്ചയായ ഒരു സംഭവം AI നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ചും പ്രത്യേകിച്ചും വൈദ്യശാസ്ത്ര രംഗത്ത് അത് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. 1.5 വർഷത്തോളം നിരവധി ഡോക്ടർമാർക്ക് കണ്ടെത്താനാകാതെ പോയ ഒരു ദുരൂഹ രോഗം ഒരു സാധാരണ ചാറ്റ് ബോട്ടായ ChatGPT കണ്ടെത്തിയെന്ന വാർത്ത വൈദ്യശാസ്ത്ര ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. ഈ സംഭവം AI-യുടെ വളർച്ചയും അതിന്റെ ഭാവി സാധ്യതകളും സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു. ഈ നിർണായക കണ്ടെത്തലിന്റെ പിന്നിൽ ഒരു യുവതിയും അവരുടെ രോഗബാധിതയായ അമ്മയുമാണ്. കഴിഞ്ഞ 1.5 വർഷമായി കടുത്ത വേദനകളും മറ്റ് അസ്വസ്ഥതകളും അനുഭവിച്ചിരുന്ന ആ അമ്മയുടെ രോഗം നിർണ്ണയിക്കാൻ പല ഡോക്ടർമാർക്കും കഴിഞ്ഞിരുന്നില്ല. നടത്തിയ പരിശോധനകളും നൽകിയ ചികിത്സകളും ഫലിക്കാതെ വന്നതോടെ കുടുംബം വലിയ മാനസിക വിഷമത്തിലും സാമ്പത്തിക ബാധ്യതയിലുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മകൾ ഒരു പരീക്ഷണാർത്ഥം ChatGPT-യുടെ സഹായം തേടാൻ തീരുമാനിച്ചത്. അമ്മയുടെ രോഗലക്ഷണങ്ങൾ, നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ, ഡോക്ടർമാർ നൽകിയ ചികിത്സാ വിവരങ്ങൾ എന്നിവയെല്ലാം യുവതി ChatGPT-ക്ക് നൽകി. മനുഷ്യ ഡോക്ടർമാർക്ക് 1.5 വർഷം കൊണ്ട് കണ്ടെത്താനാകാത്ത രോഗം ChatGPT നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാധ്യത നിർദ്ദേശിച്ചു. ടാർഡിസ് കൈനേഷ്യ എന്ന അവസ്ഥയായിരിക്കാം ഇതെന്നായിരുന്നു ChatGPT-യുടെ നിഗമനം. ചില മരുന്നുകളുടെ പാർശ്വഫലമായി നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണിത്. AI-യുടെ ഈ നിർദ്ദേശം കേട്ട് യുവതി അമ്മയെ ഒരു ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയും ChatGPT പറഞ്ഞ രോഗത്തെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്തു. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ChatGPT പറഞ്ഞത് ശരിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. കൃത്യമായ രോഗനിർണയം ലഭിച്ചതോടെ ഉചിതമായ ചികിത്സ ആരംഭിക്കുകയും രോഗിയുടെ അവസ്ഥയിൽ കാര്യമായ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവം സാങ്കേതിക വിദ്യയുടെ അപ്രതീക്ഷിത ഇടപെടൽ എങ്ങനെ ഒരു കുടുംബത്തിന് ആശ്വാസം നൽകിയെന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. ഈ ഒറ്റ സംഭവം AI-ക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിക്കുന്നുണ്ട്. അപൂർവമോ സങ്കീർണമോ ആയ രോഗങ്ങൾ കണ്ടെത്താൻ AI-ക്ക് വലിയ സഹായമാവാൻ കഴിയും. മനുഷ്യ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള സൂക്ഷ്മമായ ലക്ഷണങ്ങളെയും പാറ്റേണുകളെയും AI അൽഗോരിതങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. കോടിക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ വിശകലനം ചെയ്യാനുള്ള AI-യുടെ കഴിവ് രോഗനിർണയ പ്രക്രിയയെ കൂടുതൽ കൃത്യവും വേഗത്തിലുമാക്കുന്നു. വ്യക്തിഗതമാക്കിയ ചികിത്സാ പദ്ധതികൾ ആവിഷ്കരിക്കാൻ AI സഹായകമാണ്. ഓരോ രോഗിയുടെയും ആരോഗ്യനില, ജനിതക ഘടന, മറ്റ് മരുന്നുകളോടുള്ള പ്രതികരണം എന്നിവയെല്ലാം പരിഗണിച്ച് ഏറ്റവും ഫലപ്രദമായ ചികിത്സാരീതി നിർദ്ദേശിക്കാൻ AI-ക്ക് കഴിയും. ഇത് കൃത്യതയുള്ള മരുന്ന് എന്ന ആശയത്തെ കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്നു. പുതിയ മരുന്നുകൾ കണ്ടെത്താനും നിലവിലുള്ള മരുന്നുകൾ മെച്ചപ്പെടുത്താനും AI സാങ്കേതികവിദ്യ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മരുന്ന് ഗവേഷണത്തിന്റെ സമയവും ചെലവും കുറയ്ക്കാൻ ഇത് സഹായിക്കും. മരുന്ന് പരീക്ഷണങ്ങളുടെ വിജയനിരക്ക് വർദ്ധിപ്പിക്കാനും AI-ക്ക് സാധിക്കും. രോഗങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ AI-ക്ക് കഴിയും. ജനങ്ങളുടെ ആരോഗ്യ ഡാറ്റ വിശകലനം ചെയ്ത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും അതുവഴി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. പകർച്ചവ്യാധികളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനും ഇത് സഹായകമാണ്. രോഗികളുടെ വിവരങ്ങൾ, ചികിത്സാ ചരിത്രം, പരിശോധനാ ഫലങ്ങൾ തുടങ്ങിയവ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും വിശകലനം ചെയ്യാനും AI ഉപയോഗിക്കാം. ഇത് ഡോക്ടർമാർക്ക് സമയബന്ധിതമായി വിവരങ്ങൾ ലഭ്യമാക്കുകയും രോഗി പരിചരണം മെച്ചപ്പെടുത്തുകയും ചെയ്യും. AI-യുടെ സാധ്യതകൾ അനന്തമാണെങ്കിലും അതിന്റെ ഉപയോഗത്തിൽ ചില വെല്ലുവിളികളും ധാർമ്മികമായ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ആരോഗ്യ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതാണ്. AI സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ വിവരങ്ങളുടെ സുരക്ഷിതത്വവും സ്വകാര്യതയും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഡാറ്റ ചോർച്ചയും ദുരുപയോഗവും തടയാൻ കർശനമായ നിയമങ്ങളും സുരക്ഷാ നടപടികളും ആവശ്യമാണ്. AI അൽഗോരിതങ്ങൾ പരിശീലിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റയിൽ പക്ഷപാതിത്വമുണ്ടെങ്കിൽ AI നൽകുന്ന ഫലങ്ങളിലും തെറ്റുകൾ ഉണ്ടാവാം. ഇത് തെറ്റായ രോഗനിർണയത്തിലേക്കോ ചികിത്സയിലേക്കോ നയിച്ചേക്കാം. AI സംവിധാനങ്ങൾ നിഷ്പക്ഷവും കൃത്യതയുള്ളതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. AI മാത്രം വികസിച്ചാലും മനുഷ്യന്റെ സ്പർശനവും അനുഭവ പരിചയവും വൈദ്യശാസ്ത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. AI ഒരു സഹായം മാത്രമാണ്. ഒരു ഡോക്ടറുടെ അവസാന വാക്കോ വൈദ്യോപദേശമോ ഒരിക്കലും AI-ക്ക് പകരമാവില്ല. ഒരു രോഗിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും അവരുമായി സംവദിക്കാനുമുള്ള കഴിവ് മനുഷ്യ ഡോക്ടർമാർക്ക് മാത്രമാണുള്ളത്. AI നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റായ ചികിത്സ നൽകിയാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ഒരു പ്രധാന ചോദ്യമാണ്. AI സംവിധാനം വികസിപ്പിച്ച കമ്പനിക്കാണോ, അതുപയോഗിച്ച ഡോക്ടർക്കാണോ, അതോ രോഗിക്ക് തന്നെയാണോ ഉത്തരവാദിത്തം എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിയമപരമായ ചട്ടക്കൂടുകൾ ആവശ്യമാണ്. AI അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾക്ക് വലിയ ചിലവുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എല്ലാ വിഭാഗം ആളുകൾക്കും ലഭ്യമാകാതെ പോവുകയാണെങ്കിൽ ആരോഗ്യ പരിചരണത്തിൽ പുതിയ സാമ്പത്തിക അസമത്വങ്ങൾ സൃഷ്ടിച്ചേക്കാം. സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ലഭ്യമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഈ സംഭവം AI-യും മനുഷ്യരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് അത്ഭുതങ്ങൾ സംഭവിക്കാമെന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. AI വൈദ്യശാസ്ത്രജ്ഞർക്ക് ഒരു കൂട്ടാളിയായി പ്രവർത്തിക്കും.
അവരുടെ ജോലിഭാരം കുറയ്ക്കാനും കൂടുതൽ ശ്രദ്ധയും കൃത്യതയും ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. രോഗനിർണയം, ചികിത്സ, ഗവേഷണം എന്നീ മേഖലകളിൽ AI വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും. എങ്കിലും AI ഒരു ഉപകരണം മാത്രമാണെന്നും അതിന്റെ ഉപയോഗം മനുഷ്യന്റെ മേൽനോട്ടത്തിലും ധാർമ്മികമായ കാഴ്ചപ്പാടുകളോടെയും ആയിരിക്കണമെന്നും നാം ഓർക്കണം. സാങ്കേതിക വിദ്യയെ മനുഷ്യ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. ഭാവിയിൽ AIയുടെ സഹായത്തോടെ കൂടുതൽ രോഗങ്ങൾ കണ്ടെത്താനും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യ സംരക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനും നമുക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം. ഇത് മനുഷ്യനും യന്ത്രവും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ്.